മണിപ്പൂരിൽ മാരകായുധങ്ങളുമായി മെയ്ത്തികളുടെ പരേഡ് റോക്കറ്റ് ലോഞ്ചറും RPG-യും ഉൾപ്പെടെ വാഹനവ്യൂഹത്തിൽ ഒരു സംഘം പരേഡ് നടത്തുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അരമ്പൈ തെങ്കോൾ എന്ന സംഘടനയിലെ ആളുകളാണ് പരേഡ് നടത്തിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, സൈന്യത്തിന്റെയും പോലീസിന്റെയും അടക്കം ആയുധങ്ങൾ തട്ടിയെടുത്ത സംഭവങ്ങൾ ഉണ്ടായതാണ്. ആ ആയുധങ്ങളൊക്കെ തന്നെയാണോ ഈ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്? ഇത് എന്ന് നടന്നു എന്നതിനെക്കുറിച്ചൊരു സ്ഥിരീകരണം ഉണ്ടായോ? ദിവിഷ്, ഇത് ഇന്ന് നടന്നതാണ്. ഇന്ന് രാവിലെ ഇംഫാൽ താഴ്വരയിൽ വെച്ച് നടന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും മാത്രമല്ല, അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഉൾപ്പെടെ വലിയ തോതിൽ ആയുധങ്ങൾ മണിപ്പൂരിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഇൻ്റലിജൻസ് വരും. അതുപോലെ തന്നെ നിരവധി വിവരങ്ങൾ നേരത്തെ തന്നെ ഈ സംഘർഷം ആരംഭിച്ച സമയം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ എങ്ങനെയാണ് ഈ മെയ്ത്തികളുടെ ഏറ്റവും തീവ്ര സംഘടനയായിട്ടുള്ള അരമ്പൈ തെങ്കോളാണ് ഈ പരേഡ് നടത്തുന്നത് കാണുന്നത്. ഇത്രത്തോളം മാരകായുധങ്ങൾ ഇവരുടെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പ്രത്യേകിച്ചും RPG ഉണ്ട്, റോക്കറ്റ് ലോഞ്ചറും അതുപോലെ തന്നെ ഗ്രനേഡ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തോക്കുകളും ആയുധങ്ങളുമാണ് കൈവശം വെച്ച് ഇവർ ഇത്തരത്തിലൊരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഇംഫാൽ താഴ്വരയിലൂടെ ഇത്തരത്തിലൊരു പരേഡ് നടത്തുന്നത്. ഇന്നലെ തൗബാൽ ജില്ലയിൽ ആക്രമണം ഉണ്ടായി, 3 പേർ കൊല്ലപ്പെടുന്നു. അതിന് പിന്നാലെ വീണ്ടും മണിപ്പൂർ ഒരു സംഘർഷാവസ്ഥയിലേക്ക് വീണ്ടും പോവുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ. പ്രത്യേകിച്ചും 5 ജില്ലകളിലാണ് നിലവിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഇംഫാൽ ഈസ്റ്റിലും ഇംഫാൽ വെസ്റ്റിലും ഇപ്പോഴും കർഫ്യൂ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരത്തിൽ 3 വാഹനങ്ങളിലുള്ളൊരു വ്യൂഹം. ആ വാഹന വ്യൂഹത്തിൽ ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ ഏന്തിക്കൊണ്ട് ഏകദേശം 5ഓ 6ഓ വരുന്ന ഈ തീവ്ര മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിലൊരു പരേഡ് നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഭീതി ജനിപ്പിക്കുന്ന കാര്യം. ഇവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആയുധങ്ങൾ ഉൾപ്പെടെ ഇവരിൽ നിന്നും പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ സുരക്ഷാ സേന നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ സുരക്ഷാ സേനകളുടെ വാഹനത്തിന് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടാകുന്നതും വലിയ രീതിയിൽ ഭയം ഉണ്ടാക്കുന്നതാണ് മണിപ്പൂരിൽ. അതുപോലെ തന്നെ മുൻപ്